ഈ സാമ്പത്തികമായി സൈനികമായും വളരെയധികം തകർന്നു നിൽക്കുകയാണ് പാകിസ്ഥാൻ. പക്ഷെ അവരുടെ വെല്ലുവിളിക്കൊന്നും ഒരു കുറവില്ല. ഇപ്പോൾ ഏറ്റവും അവസാനം വന്നിരിക്കുന്നത് കാശ്മീരിൻ്റെ ചില ഭാഗങ്ങളുമായി ബന്ധപ്പെട്ടാണ്. അത് ഈ ആർമി ചീഫ് പറയുകയാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് കാശ്മീർ എന്നാണ്. അങ്ങനെ വാദം. സ്വന്തം രാജ്യത്ത് പട്ടാളക്കാർ ദീപാവലിക്ക് പടക്കം പൊട്ടുമ്പോഴാണ് മരണപ്പെട്ട് വീഴുന്നത്. എന്നിട്ടും അയൽ രാജ്യത്തെ പ്രദേശത്തോടാണ് താല്പര്യം. അതങ്ങനെയാണ്. പാകിസ്ഥാൻ ഉണ്ടായത് തന്നെ അങ്ങനെയല്ലേ? ഈ പറയുന്നത് പോലെ മതത്തിൻ്റെ പേരിൽ മണ്ണ് പകുത്ത് രാഷ്ട്രത്തെ വെട്ടിമുറിച്ച് ഉണ്ടാക്കിയ ഒരു സംവിധാനമല്ലേ ഈ പാകിസ്ഥാൻ എന്ന് പറയുന്നത്. അപ്പോൾ അവർ എന്നും അതങ്ങനെ തന്നെ തുടർന്നു കൊണ്ടിരിക്കും. ഇപ്പോൾ ഈ പാകിസ്ഥാൻ ആർമി ചീഫ്, അവരുടെ സൈനിക മേധാവി ജനറൽ അസീം മുനീർ, ഇയാളാണ് ഈ പാകിസ്ഥാൻ ഓവർസീസ് പാകിസ്ഥാൻ, അതായത് വിദേശ പാകിസ്ഥാനികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുമ്പോൾ ഈ കാര്യം എടുത്തിട്ടത്. ശ്രീജിത്ത് പറഞ്ഞതുപോലെ കാശ്മീർ, നമ്മുടെ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമായ കാശ്മീരിനെ കുറിച്ചാണ് അയാൾ പറഞ്ഞത്. കാശ്മീർ അവരുടെ കഴുത്തിലെ ഞരമ്പ് പോലെയാണ് എന്നാണ് പറഞ്ഞത്. ജുഗ്ലർ വെയിൻ എന്നാണ് അയാൾ ഉപയോഗിച്ച പദം. ആ കാശ്മീർ നോക്കി നിൽക്കുമ്പോൾ ബലൂചിസ്ഥാൻ ഒരു വഴിക്ക് അങ്ങ് പോകുമോ? അതാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കാശ്മീർ എന്നിവർ ജപിച്ചുകൊണ്ടിരിക്കുമ്പോൾ സംഭവിക്കുന്നത് ആ ബലൂചിസ്ഥാൻ പാകിസ്ഥാനിൽ നിന്ന് വിട്ട് ഒരു സ്വയംഭരണ പ്രദേശമായി മാറാനുള്ള പുതിയ വിവരങ്ങൾ അനുസരിച്ച് പാകിസ്ഥാൻ പട്ടാളത്തിൽ നിന്ന് ബലൂചിസ്ഥാന്റെ വിവിധ പ്രദേശങ്ങളിൽ ഒരു സ്വാധീനവും ഇല്ലാതെ മാറി. അവിടെ കടന്നു കയറാൻ പറ്റുന്നില്ല, സ്വാധീനം പോയിട്ട് അങ്ങോട്ടേക്ക് ചെല്ലാൻ പോലും പറ്റുന്നില്ല. അത്തരത്തിലാണ് അവിടെ നടക്കുന്ന പ്രക്ഷോഭം. അവിടെ നടക്കുന്ന പാക് പട്ടാളത്തെ അവർ സായുധമായി നേരിടുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും അതുമാത്രമല്ല, ഈ വിഷയത്തിൽ ഇപ്പോൾ ഈ ജുഗ്ലർ വെയിൻ എന്നവർ പറഞ്ഞ ആ ഒരു പ്രയോഗമുണ്ടല്ലോ, കഴുത്തിലെ ഞരമ്പ് പോലെയാണ്, പ്രധാനപ്പെട്ട സിരയാണ് എന്നൊക്കെയാണ് പറഞ്ഞത്. ആ ഒരു വിശേഷണത്തിന് അല്ലെങ്കിൽ ആ ഒരു പ്രയോഗത്തിന് ഇന്ത്യ തക്ക മറുപടി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വിദേശകാര്യ വകുപ്പിലെ രൺധീർ ജയ്സ്വാൾ എന്ന മുതിർന്ന ഉദ്യോഗസ്ഥനാണ് പാകിസ്ഥാനോട് അതിനുള്ള മറുപടി പറഞ്ഞത്. കാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ്. കാശ്മീരിലെ കാര്യങ്ങൾ ഇന്ത്യയുടെ ആഭ്യന്തര പ്രശ്നമാണ്, അല്ലെങ്കിൽ ആഭ്യന്തര വിഷയമാണ്. അവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ ഞങ്ങൾക്കറിയാം. നിങ്ങൾ ഇങ്ങോട്ട് നോക്കി വെള്ളമിറക്കണ്ട എന്നാണ് പറഞ്ഞത്. എന്നും മാത്രമല്ല, അദ്ദേഹം ഒരു മുന്നറിയിപ്പ് കൂടെ കൊടുത്തു. നിങ്ങൾ എത്രയും പെട്ടെന്ന് കൈവശപ്പെടുത്തി വെച്ചിരിക്കുന്ന പാക് ഒക്യുപ്പൈഡ് കാശ്മീർ ഉണ്ടല്ലോ, അത് ഇങ്ങ് തന്നിട്ട് മര്യാദയ്ക്ക് ഓടിപ്പോയിക്കോ, അവിടുന്ന് ജീവനും കൊണ്ട് രക്ഷപ്പെട്ടോ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് പാക് ഒക്യുപ്പൈഡ് കാശ്മീരിൽ ഇന്ത്യ വളരെ ശക്തമായ നിലപാടെടുക്കുന്നു എന്നാണ് അത് നൽകുന്ന സൂചന. ഇത്രയും കാലം നമ്മൾ സമാധാനത്തിൻ്റെ ഒരു മാർഗത്തിലൂടെ വലിയ എന്താ പറയേണ്ടത്, സായുധമായിട്ട് അത് നേരിടാതെ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആക്രമിച്ച് പാകിസ്ഥാനെ അവിടെ നിന്ന് തുരത്താതെ, അവിടെ ഒരുപാട് ജനങ്ങൾ താമസിക്കുന്നുണ്ട്. അവരുടെ ജീവനും സ്വത്തിനും നാശമുണ്ടാക്കാതെ നമ്മളൊരു മര്യാദയുടെ ഭാഷയിലാണ് സംസാരിച്ചിരുന്നത്. വിഷയം UN കൊണ്ടുപോയി വഷളാക്കിയത് നെഹ്റുവും കൃഷ്ണമേനോനും കൂടിയാണ്. പക്ഷേ അപ്പോഴും നമ്മൾ UN ഇത്രയൊക്കെ ഇതിനകത്ത് ഇടപെട്ടിട്ടും നമ്മൾ മര്യാദയുടെ സീമ ലംഘിച്ചിട്ടില്ല. നമ്മൾ അതിൻ്റെ അതിർത്തി കടന്നു പോയിട്ടില്ല. നമ്മൾ വളരെ കൃത്യമായിട്ട് അവരോട് സമാധാനത്തിൻ്റെ ഭാഷയിൽ സംസാരിക്കുന്നു. പക്ഷേ ഇപ്പോൾ ഒരു മുന്നറിയിപ്പ് കൊടുത്തിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ വിദേശകാര്യമന്ത്രി ജയശങ്കറും ഇതുപോലെ തന്നെ പറഞ്ഞു പാകിസ്ഥാനോട്, ഇത് പഴയ ഇന്ത്യയല്ല, കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഒരുപാട് മാറി, നിങ്ങളത് മനസ്സിലാക്കണം. അതേസമയം നിങ്ങൾ പഴയ പാകിസ്ഥാനല്ല, നിങ്ങൾ വളരെ തകർന്നിരിക്കുകയാണ്, നിങ്ങളെ ഭീകരവാദം വിഴുങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ രാജ്യത്തിൻ്റെ നിലനിൽപ്പ്, അതിൻ്റെ അസ്തിത്വം ഒക്കെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, അത് നശിച്ചുകൊണ്ടിരിക്കുകയാണ്, അത് തകർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്ത്യയുമായിട്ട് നേരിട്ടൊരു ഏറ്റുമുട്ടലിന് വരാതെ നിങ്ങളുടെ കാര്യം നോക്കി ജീവിക്കുക. ഇത് പഴയ ഇന്ത്യയല്ല, പുതിയ ഇന്ത്യയാണ്. അടിച്ചാൽ തിരിച്ചടി ഉറപ്പാണ്, അതൊട്ടും വൈകില്ല, സമയബന്ധിതമായിട്ട് തന്നെ തന്നിരിക്കും എന്ന് ജയശങ്കർ ഒരു മുന്നറിയിപ്പ് കൊടുത്തിരുന്നു. ഇപ്പോൾ ഇത് വിദേശകാര്യ വകുപ്പിലൊരു മുതിർന്ന ഉദ്യോഗസ്ഥൻ തന്നെ രംഗത്ത് വന്ന് പറയുകയാണ്, പാകിസ്ഥാനെക്കുറിച്ച് പറയാൻ, കാശ്മീരിനെ കുറിച്ച് പറയാൻ നിങ്ങൾക്ക് എന്താണ് കാര്യം? നിങ്ങൾക്കതിന് യാതൊരു അവകാശവുമില്ല, അധികാരവുമില്ല. എത്രയും പെട്ടെന്ന് നിങ്ങൾ കൈയടക്കി വച്ചിരിക്കുന്ന പാക് ഒക്യുപ്പൈഡ് കാശ്മീർ എന്ന പ്രദേശത്തു നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു പോകണം. മാന്യമായിട്ട് ഒഴിഞ്ഞു പോയാൽ അതാണ് നല്ലത് എന്ന് അദ്ദേഹം പറയുന്നു. ഈ അസീം മുനീർ എന്ന ഈ സൈനിക മേധാവി പറയുന്നത്, ഈ 13 ലക്ഷത്തോളം വരുന്ന ഇന്ത്യൻ സേന വിചാരിച്ചിട്ട് ഞങ്ങളെ ഒരു ചുക്കും ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന
വീരവാദമാണ് ഇയാൾ മുഴക്കുന്നത്. എന്നിട്ട് അയാൾ പറയുന്നു, ഈ പറയുന്ന ബലൂചിസ്ഥാനും അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള ആക്രമണങ്ങളുമൊക്കെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പലരും. അപ്പോൾ അതിനൊക്കെ അയാൾ പറയുന്ന മറുപടി എന്താണെന്ന് അറിയാമോ? ഈ 13 ലക്ഷം വരുന്ന ഇന്ത്യൻ സേന ഞങ്ങൾക്ക് ഒരു ചുക്കും ചെയ്തിട്ടില്ല, ഞങ്ങളുടെ ഒരു രോമത്തിൽ പോലും തൊട്ടിട്ടില്ല. അത് നമ്മൾ കണ്ടതാണ്. 71-ലും 99-ലെ കാർഗിലിലും ഒക്കെ നമ്മൾ കണ്ടതാണ്. ആരാണ് പേടിച്ച് കണ്ടം വഴി ഓടി തള്ളിയത് എന്ന് ലോകം മുഴുവനും കണ്ടതാണ്. എന്തായാലും അതവിടെ നിൽക്കട്ടെ, ഇയാളുടെ വീരവാദത്തിന് കുറവൊന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ള ഞങ്ങൾക്ക് ബലൂചിസ്ഥാനും ഈ അഫ്ഗാനിസ്ഥാനും ഒക്കെ ഒരു പ്രശ്നമാണോ? ഈ ഭീകരവാദം ഞങ്ങൾക്കൊരു പ്രശ്നമാണോ? ഈ ഭീകരവാദികൾ നിരന്തരം പാക് സൈനികരെ കൊലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അതിനൊരു അറുതി വരുത്താൻ അത് അവസാനിപ്പിക്കാൻ കഴിയാത്ത സൈനിക മേധാവിയാണ് ഈ വെല്ലുവിളി നടത്തുന്നത് എന്നും കൂടി നമ്മൾ ഓർക്കണം. എന്തായാലും അയാൾ പറയുന്നത് ഈ ബലൂചിസ്ഥാൻ ആകട്ടെ, അല്ലാതെ ക്രിക്കറ്റിലായാലും സൈനികപരമായാലും നാം അത് കണ്ടിട്ടുണ്ട്. ഈ വെല്ലുവിളികൾ മാത്രമേ ഉള്ളൂ, അത് സത്യമാണ്. ഈ വെല്ലുവിളികളുടെ ഒടുവിൽ ദയനീയ പരാജയമുണ്ടായി തലയും താഴ്ത്തി ഓടി ഒളിക്കുന്ന പാകിസ്ഥാനെയാണ് ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ബലൂചിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഒക്കെ ഉയർത്തുന്ന ഭീഷണി എന്താണ് എന്ന് പോലും അറിഞ്ഞുകൂടാത്ത ഒരു സൈനിക മേധാവിയാണോ അസീം മുനീർ എന്ന് നമുക്ക് സംശയം തോന്നും. എന്തായാലും നമ്മൾ അറിഞ്ഞിടത്തോളം ഈ ബലൂചിസ്ഥാനിലും പാക് ഒക്കുപൈഡ് കാശ്മീരിലും അതുപോലെ ബാൾട്ടിസ്ഥാൻ ഉൾപ്പെടെയുള്ള പ്രദേശത്ത് വലിയ തോതിൽ വിഘടനവാദവും പ്രതിഷേധവും പ്രക്ഷോഭവും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ സാമ്പത്തിക പ്രതിസന്ധി വളരെ രൂക്ഷമാണ്. പാകിസ്ഥാന്റെ പരമാധികാരത്തെ തന്നെ വെല്ലുവിളിച്ചുകൊണ്ടാണ്. നമ്മളൊന്ന് ആലോചിക്കൂ, ഒരു രാജ്യത്തിൻ്റെ പരമാധികാരത്തെ വെല്ലുവിളിച്ചുകൊണ്ട് അതിനുള്ളിൽ നിന്ന് തന്നെ ഇത്തരത്തിലുള്ള ശബ്ദങ്ങൾ ഉയരുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? അവരുടെ അഖണ്ഡത നശിച്ചിരിക്കുന്നു എന്നാണ്, അവരുടെ ഐക്യം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നാണ്, അല്ലേ? അപ്പോൾ അങ്ങനൊരു സാഹചര്യത്തിൽ നിൽക്കുന്ന പാകിസ്ഥാൻ കൂനിന്മേൽ കുരു എന്നതുപോലെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. അതിപ്പോൾ അമേരിക്കയും അല്ലെങ്കിൽ ചൈനയും ഒക്കെ കൊടുക്കുന്ന ചെറിയ ചെറിയ സഹായങ്ങൾ, അല്ലെങ്കിൽ അവർ പാകിസ്ഥാനെ ഇന്ത്യക്കെതിരെ ഉപയോഗിക്കുന്ന ചില മാർഗങ്ങളുണ്ട്, ചില രീതികളുണ്ട്. അതിൻ്റെ ഭാഗമായി കിട്ടുന്ന ഈ ചില്ലറ തുട്ടുകളാണ് പാകിസ്ഥാനെ ഇങ്ങനെ നിലനിർത്തുന്നത്. സത്യത്തിൽ അതാണ് നമ്മൾ പറയേണ്ടത്. ഈ പറയുന്നത് പോലെ ഇപ്പോൾ ട്രംപ് വന്നതിന് ശേഷം വലിയ തോതിൽ സഹായം വെട്ടിക്കുറച്ചിരിക്കുകയാണ്. അത് പാകിസ്ഥാനെ എങ്ങനെയൊക്കെ ബാധിക്കുമെന്ന് വരും ദിവസങ്ങളിൽ നമുക്കറിയാൻ പറ്റും. അതുപോലെ ഇന്ത്യയെ ആശ്രയിക്കാതെ പാകിസ്ഥാന് നിലനിൽപ്പില്ല. ഇവിടെ നിന്ന് പല കാർഷിക വിഭവങ്ങളും ഇന്ത്യയിൽ നിന്നാണ് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ പാകിസ്ഥാനിൽ നിന്ന് വരുന്ന സാധനങ്ങൾ നമ്മൾ പണം കൊടുത്ത് വാങ്ങിയില്ലെങ്കിൽ നമുക്കത് മറ്റു പല സ്ഥലത്തു നിന്നും കിട്ടും. പക്ഷേ നമ്മൾ പണം കൊടുത്ത് വാങ്ങിയില്ലെങ്കിൽ പാകിസ്ഥാൻ വലിയ ദാരിദ്ര്യത്തിലേക്ക് പോകുമെന്ന് തീർച്ചയാണ്. അങ്ങനെ എല്ലാം കൊണ്ടും സാമൂഹികമായും സാമ്പത്തികമായും സൈനികമായും ഒക്കെ വലിയ വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുന്ന, വലിയ തകർച്ച നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രത്തിൻ്റെ സൈനിക തലവനാണ് ഈ ഉണ്ടയില്ല വെടി ഇങ്ങനെ പൊട്ടിക്കുന്നത്. ഞങ്ങളങ്ങ് ശരിയാക്കി കളയും, നിങ്ങൾ വേണമെങ്കിൽ മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി നിന്നോ, കാശ്മീർ ഒരു കാലവും ഞങ്ങൾ മറക്കില്ല എന്നൊക്കെയാണ് പറയുന്നത്. ഇതിനൊന്നും വലിയ വില ഇന്ത്യയിലെ സൈനിക വിഭാഗമോ അല്ലെങ്കിൽ നമ്മുടെ സൈനിക മേധാവികളോ പ്രതിരോധ വകുപ്പോ ഒന്നും കൊടുത്തിട്ടില്ല. പക്ഷേ ഒരു മറുപടി തിരിച്ചു കൊടുക്കണമല്ലോ. അതുകൊണ്ടാണ് വിദേശകാര്യ വകുപ്പിൽ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ അതിന് കൃത്യമായ മറുപടി കൊടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ലോകത്തിന് ആകെ ബോധ്യം വരുന്ന വിധത്തിൽ വിദേശകാര്യ മന്ത്രിയും ഈ മുന്നറിയിപ്പ് കൊടുത്തു, നിങ്ങൾ മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി കഴിയുക, അല്ലെങ്കിൽ വലിയ നാശം നേരിടേണ്ടി വരും എന്ന്. എന്തായാലും ഈ പാക് സൈനിക മേധാവിയുടെ വീരവാദം ഇതൊരു വീരവാദമായിട്ട് പോലും ആൾക്കാർ കരുതുന്നില്ല, പുച്ഛിച്ച് തള്ളിയിരിക്കുകയാണ്. പാകിസ്ഥാനിൽ പോലും അതിന് യാതൊരുവിധ പ്രതികരണങ്ങളും ലഭിച്ചില്ല എന്നുള്ളതാണ് സത്യം.